ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള 3 കറികളുടെ റെസിപ്പി ആയിട്ടാണ്. അത് നമുക്ക് ആദ്യം വേണ്ടുന്നത് മുരിങ്ങയില നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയത്, ഇല ഇളക്കിയത്, അതിനുശേഷം പിന്നെ ഒരു സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞത്, ഒരു പിടി തേങ്ങ ചിരവിയത്, ക്യാരറ്റ് ഒരെണ്ണം ചിരവിയത്, ഒരു ഉരുളക്കിഴങ്ങ് കുഞ്ഞതായിട്ട് അരിഞ്ഞത്, അതേപോലെ പച്ചപ്പപ്പായ തൊലി കളഞ്ഞ് ചിരവി, പിന്നെ ഒരു കപ്പ് മോരും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു കുടം വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ കറിവേപ്പില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം മുരിങ്ങയില ഇടുന്നുണ്ടല്ലോ. ഈ താളിക്കാൻ നേരത്ത് മുരിങ്ങയില ഇടാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ മോരിന് മാത്രമല്ല, പരിപ്പേറി ഉണ്ടാക്കാൻ നേരത്ത് ഇതേപോലെ താളിക്കാൻ നേരത്ത് ഒരു പിടി മുരിങ്ങയില നമ്മൾ താളിച്ചിടുവാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഞാൻ ഒരു വറ്റൽമുളക് കുഞ്ഞതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അകത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് നേരമൊന്നും ആക്കേണ്ട കാര്യമില്ല. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറിയെല്ലാം ആവും. പിന്നെ മോര് കറിക്കുള്ള അരപ്പാണിത്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് അരച്ചത്. നല്ലപോലെ മഷി പോലെ അരച്ച് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അതൊന്ന് ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയുണ്ട്. ഞാനതിനെ അടുത്തിലേക്ക് ഇനി നമ്മൾ തൈര് വെള്ളവും ഉപ്പും ചേർത്ത് മോരാക്കിയത് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയായി. നമ്മൾ ചട്ടിയിലും കൂടെ ഉണ്ടാക്കിയോണ്ട് പിന്നെ ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല. നമുക്കിനി അടുപ്പിൽ നിന്ന് ഇത് മാറ്റാം. എന്നിട്ട് ഇനി അടുത്ത കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അടുത്തൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു നുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റാം. ഒരു മെഴുക്കുവരട്ടി കേട്ടോ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് നീളത്തിൽ കീറിയത്, ഇനി നമുക്കിതിലേക്ക് ഒരു അര സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞതിടാം. മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത്തിരി സവോള കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിത്തിരി കുറച്ചും കൂടി സവോള ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴണ്ട് വരണം, ബ്രൗൺ കളർ പോലും ഒന്നും ആവണ്ട. ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് വേണം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കുഞ്ഞതായിട്ട് അരിഞ്ഞതിടാം. ഈ മെഴുക്കുവരട്ടിക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നേ ഉള്ളൂ. പച്ചക്കായ വേണമെങ്കിൽ പച്ചക്കായ ഇടാം, അതിട്ടാലും നല്ലതായിരിക്കും. അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു മണം വരുമല്ലോ, അതുവരെ നമുക്ക് വഴറ്റണം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിടാം. ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു പിടി മുരിങ്ങയില ഇടാം. ഒരു പിടി എന്നുള്ളത് ഒരു കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒറിഗാനോയാണ് ഇട്ടിരിക്കുന്നത്. ഒറിഗാനോയ്ക്ക് പകരം കസൂരി മേത്തിയുടെ ലീഫ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, അതിട്ടാലും മതി. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വയ്ക്കാം. അതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നല്ലപോലെ വെള്ളം വറ്റി വരുമ്പോൾ ഈ ഒരു പരുവാകും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പ് ആവശ്യം വേണമെങ്കിൽ ഉപ്പിടാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കറിയായിട്ട് എടുക്കാം. ഞാൻ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്.
അടുത്തത് ഇനി നമുക്ക് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ച പപ്പായയും ക്യാരറ്റും മുരിങ്ങയിലയും കൂടെ വെച്ചിട്ടുള്ളത്. അതിന് ആദ്യം വേണ്ടുന്നത് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ ക്യാബേജ് തോരനൊക്കെ ചെയ്യുന്ന പോലെ ഇത്തിരി ഉഴുന്നാണ്, പൊളന്ന ഉഴുന്നാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. അപ്പോൾ അത് ഈ തോരൻ കഴിക്കുമ്പോൾ അത് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അതിട്ടിരിക്കുന്നത്. നമ്മളിന്ന് 3 കറി ഉണ്ടാക്കി, 3ലും മുരിങ്ങയില ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും 3 ടേസ്റ്റാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കറികളാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിയൊന്ന് ബ്രൗണായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിൻ്റെ അകത്ത് ഇടാം. മുരിങ്ങയില നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് കർക്കിടക മാസത്തിൽ കഴിക്കത്തില്ല എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ടുള്ളവർ പറഞ്ഞ്. അതിൻ്റെ സയൻറ്റിഫിക് റീസൺ ഇത്രയേ ഉള്ളൂ. മുരിങ്ങയില കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള വിഷാംശങ്ങൾ നമ്മൾ വിയർക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഈ മഴ സമയത്ത് നമ്മുടെ സുഷിരങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് പുറത്ത് പോകത്തില്ല. അപ്പം അത് നമുക്ക് ടോക്സിക്കായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ മഴ സമയത്ത് കഴിക്കാത്തത്. ചൂട് കാലാവസ്ഥയുള്ള സമയത്ത് നമ്മൾ നല്ലപോലെ വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന്. പിന്നെ ഇനി നമ്മൾ നേരത്തെ വഴറ്റിയതിൻ്റെ അകത്തേക്ക് സവോള ഇടുക. സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഒരു അര സവോള അരിഞ്ഞതും പിന്നെ നല്ലപോലെ ചീവിയ പച്ചപ്പപ്പായ നമ്മളതിൻ്റെ അകത്ത് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചപ്പപ്പായ ഒരുപാടൊന്നും വഴണ്ട കാര്യമില്ല. നമ്മൾ ഈ റോ പപ്പായ തന്നെ നമ്മൾ കഴിക്കാറുണ്ട് ഈ സാലഡിനകത്തൊക്കെ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് വഴണ്ടേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഒരു പിടി മുരിങ്ങയില ഇടാം. അതൊന്ന് വഴറ്റി കിട്ടണം. അതൊന്ന് വഴറ്റി കിട്ടുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു പിടി ക്യാരറ്റും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്നും ഞാൻ ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. ഇതെല്ലാം നമ്മളിപ്പോൾ സാലഡ്സിലൊക്കെ ആണെങ്കിൽ പച്ചയായിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ്, ക്യാരറ്റ് ആയാലും പപ്പായ ആയാലും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. നമ്മൾ തോരനായിട്ട് കഴിക്കുന്നതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് കളർ ചേഞ്ച് ചെയ്യാനൊന്നും വേണ്ട. പിന്നെ തോരൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്നൊരു സാധനമാണ് തേങ്ങ. നല്ല ഫ്രഷ് തേങ്ങ ഒരു പിടി ഇതിൻ്റെ അകത്തിട്ട് നല്ലപോലെ വഴറ്റി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ടേസ്റ്റാണ്. 3 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടുത്തതായി ഞാൻ വരുന്നത് ഒരു KFC കേരള ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.